ദൈവിക അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് വിശ്വസ്തതയാണ്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം കാലേബാണ്. തൻ്റെ ജീവിതത്തിൽ നീണ്ട 40 വർഷത്തെ മരുഭൂപ്രയാണത്തിൻ്റെ കാലഘട്ടത്തിൽ മോശയുടെ സമയത്തും അതിനുശേഷം വന്ന യോശുവായുടെ സമയത്തും അദ്ദേഹം വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ നിന്നു. തന്നെ ഏൽപ്പിച്ച എല്ലാ ദൗത്യങ്ങളുടെ മുമ്പിലും, തന്നെ ഏൽപ്പിച്ച എല്ലാ ശുശ്രൂഷകളുടെ മുമ്പിലും അവിശ്വസ്തതയില്ലാതെ വിശ്വസ്തതയോടെ നിന്നതുകൊണ്ട് ദൈവം കാലേബിനെയും അവൻ്റെ തലമുറകളെയും മാനിക്കുവാനിടയായി തീർന്നു. നീണ്ട കാലഘട്ടത്തിലെ പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതത്തിനകത്ത് വിശ്വസ്തതയോടെ നിന്ന കാലേബെ, താങ്കൾക്ക് എന്ത് ലഭിച്ചു എന്നൊരു ചോദ്യം കാലേബിനോട് ചോദിച്ചാൽ കാലേബിന് പറയുവാൻ ഒരു മറുപടിയും കാണത്തില്ല. പക്ഷേ ആ ശൂന്യതകളുടെ നടുവിലും ആ മനുഷ്യൻ വിശ്വസ്തതയോടെ നിന്നതുകൊണ്ട് നീണ്ട 40 വർഷത്തെ മരുഭൂപ്രയാണത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞപ്പോൾ വാഗ്ദത്ത ദേശത്ത് ദൈവം മാനിക്കുവാനിടയായി തീർന്നു. വിശ്വസ്തതയോടെ നിൽക്കുന്ന ചില സമയങ്ങളിൽ നമുക്ക് തോന്നിയേക്കാം, നാം വിശ്വസ്തതയോടെ നിന്നതുകൊണ്ട് ജീവിതത്തിൽ നമുക്കൊന്നും നേടാൻ കഴിഞ്ഞില്ലല്ലോ എന്ന്. പക്ഷേ വിശ്വസ്തതയോടെ നിൽക്കുന്ന ദൈവവൈതലേ, ഇന്നൊരു പക്ഷേ നിന്റെ മുമ്പിൽ ഒന്നും നീ കാണുന്നില്ലായിരിക്കാം, ശൂന്യത മാത്രമായിരിക്കാം നിങ്ങളുടെ മുമ്പിലുള്ളത്. പക്ഷേ വിശ്വസ്തതയോടെ നിൽക്കുന്ന നിന്നെ ആര് മറന്നാലും ദൈവത്തിന് മറക്കാൻ കഴിയത്തില്ല. ആര് നിന്നെ ഉപേക്ഷിച്ചാലും ദൈവത്തിന് നിങ്ങളെ ഉപേക്ഷിക്കുവാൻ കഴിയത്തില്ല. വിശ്വസ്തതയോടെ നിൽക്കുന്ന നിന്നെ ദൈവം ഒരു ദിവസം മാനിക്കും. നിന്റെ തലമുറയെ ദൈവം ഒരു ദിവസം മാനിക്കും. തലമുറയായി ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും. വിശ്വസ്തതയോടെ നിൽക്കുക. ശൂന്യതകളുടെ നടുവിലും, കഷ്ടതകളുടെ നടുവിലും, നിന്ദകളുടെ നടുവിലും, വേദനകളുടെ നടുവിലും വിശ്വസ്തത മുറുകെ പിടിക്കുക. ഗോഡ് ബ്ലെസ് യു.